നമസ്കാരം. പ്രധാന വാർത്തകൾ. പിൻവാതിൽ നിയമനം. അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിനെ നീക്കി. ഇൻസ്പെക്ടർ റാങ്കിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കുന്നത് വിവാദമായതിന് പിന്നാലെ ADGP MR അജിത് കുമാറിനെ നീക്കി. അജിത് കുമാറിന് പകരം ADGP S ശ്രീജിത്തിനാണ് പുതിയ ചുമതല. അതേസമയം ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പുറമെ വോളിബോൾ താരത്തിനും പോലീസിൽ പിൻവാതിൽ നിയമനത്തിന് നീക്കം നടന്നതായി റിപ്പോർട്ട്. കണ്ണൂർ സ്വദേശിയെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു സമ്മർദ്ദം. തയ്യാറാകാതിരുന്ന അജിത് കുമാർ ചുമതല മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. പിൻവാതിൽ നിയമനങ്ങളെ ചൊല്ലി പോലീസ് തലപ്പത്ത് തർക്കം തുടരുകയാണ്. മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം മടക്കി കോടതി. തീയതികളിലുണ്ടായ പിഴവിനെ തുടർന്നാണ് കോടതി നടപടി. പിഴവ് തിരുത്തി നൽകാൻ നിർദ്ദേശം നൽകിയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം മടക്കിയത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്ന് SIT കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT വ്യക്തമാക്കിയിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 4 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാണ് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. നാളെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. തീരത്തുള്ള ചെറുവള്ളങ്ങളും മത്സ്യബന്ധന യാനങ്ങളും കെട്ടിസൂക്ഷിക്കണമെന്നും നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കും വരെ കടലിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. 4 ജില്ലകളിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലുടനീളം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കുർബാനയ്ക്കിടെ വൈദികനെ ആക്രമിച്ച സംഭവം. കേരള കോൺഗ്രസ് M നേതാവിനെതിരെ നടപടി. തലയോലപ്പറമ്പ് വരിക്കാക്കുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് M നേതാവിനെതിരെ നടപടി. കേരള കോൺഗ്രസ് M നേതാവ് ബാബു ജോസഫിനെതിരെയാണ് നടപടി. പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബാബു ജോസഫിൽ നിന്ന് രാജി എഴുതി വാങ്ങി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബാബു ജോസഫിനെ നീക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ഫാദർ ജോൺ തോട്ടുപുറത്തിന് സാരമായി പരിക്കേറ്റിരുന്നു. കുർബാനയ്ക്കിടെ വിമത വിഭാഗമാണ് ആക്രമണം നടത്തിയത്. അക്രമികൾ മൈക്കും ബലിവസ്തുക്കളും തട്ടിത്തെറിപ്പിച്ചിരുന്നു. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസ് എത്തി പള്ളി പൂട്ടിച്ചിരുന്നു. ചെന്താമരയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. ചെന്താമരയുമായി എത്തുന്നതറിഞ്ഞ് നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കൊലപാതകം നടത്തിയതും കൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ട വഴിയും ചെന്താമര പോലീസിന് വിവരിച്ചു കൊടുത്തു. ചെന്താമരയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ജനുവരി 27 രാവിലെ താൻ കത്തിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവന്ന് തെളിവെടുപ്പിനിടയിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞു. പ്രകോപനത്തിനിടെ ആക്രമിച്ചു. ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിലാണ് നിന്നിരുന്നത്. തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയെ ആക്രമിച്ചു. ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറിയെന്നും ചെന്താമര പറഞ്ഞു. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിച്ചാൽ തടയും. ശക്തമായ പ്രക്ഷോഭമെന്ന് കോൺഗ്രസ്. കിഫ്ബിയുടെ ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഇന്ധന സെസ്സും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്ക് പിടിക്കുന്നതിന് പുറമെയാണ് ജനത്തെ വീണ്ടും പിഴിയുന്ന തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ടോൾ പിരിച്ചാൽ അത് തടയുമെന്നും സുധാകരൻ പറഞ്ഞു. ടോളിനെതിരെ ഇത്രയും നാളും സമരം ചെയ്തവരാണ് CPM-കാർ. ടോൾ രഹിത റോഡുകൾ എന്നായിരുന്നു 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രഖ്യാപനം. റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. കുളിപ്പിക്കുന്നതിനിടെ ആന ഇടഞ്ഞു. കച്ചവടത്തിനായി എത്തിയ ആലപ്പുഴ സ്വദേശിക്ക് ദാരുണാന്ത്യം. എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കുത്തേറ്റ് 2 പേരിൽ ഒരാൾ മരിച്ചു. കുളിക്കുന്നതിനിടെ പാപ്പാനെ കുത്തിയോടിയ ആന 1.5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരാളെയും ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ച് ലോറിയിൽ കയറ്റി. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കച്ചവടത്തിനായി എത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് ആനയുടെ കുത്തേറ്റ് മരിച്ചത്. പരിക്കേറ്റ പാപ്പാന്റെ നില അതീവ ഗുരുതരമാണ്. കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും പാപ്പാനെ കുത്തിയ ശേഷം ഓടിയ ആന വഴിമതിയെ ആനന്ദിനെയും ആക്രമിക്കുകയായിരുന്നു.
ആലപ്പുഴ കതിന നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് അപകടം. 2 പേർക്ക് ഗുരുതര പരിക്ക്. കതിനയിൽ കരിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കരിമരുന്നിന് തീപിടിച്ച് കതിന നിറയ്ക്കുകയായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. കതിന നിറയ്ക്കുകയായിരുന്ന ചേർത്തല പട്ടണക്കാട് സ്വദേശി രാമചന്ദ്രൻ കർത്ത, അരൂർ സ്വദേശി ജഗദീഷ് എന്നിവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേർക്കും 70% പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4:30 പൂച്ചാക്കൽ തളിയമ്പലം ഉത്സവത്തിനിടെയാണ് അപകടമുണ്ടായത്. നഗരമധ്യത്തിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. യാത്രക്കാരായ 20 പേർക്ക് പരിക്ക്. കോഴിക്കോട് അരയിടത്തുംപാലത്താണ് അപകടം നടന്നത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ 7 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വൈകിട്ട് 4:15 അപകടം നടന്നത്. മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന KL 12C6676 എന്ന ബസ്സാണ് മറിഞ്ഞത്. അമിത വേഗതയിലെത്തിയ ബസ് അരയിടത്തം പാലത്തിന് അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞെന്നാണ് വിവരം. നാളെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഇതര ക്രമീകരണങ്ങൾക്കുമായാണ് അവധി പ്രഖ്യാപിച്ചത്. കോഴഞ്ചേരി, ചെറുകോൽ, അയിരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.